നവരാത്രിയുടെ 8ാം ദിവസമായിട്ടുള്ള നാളെ ആദിപരാശക്തിയുടെ ഏത് ഭാവത്തെയാണ് ആരാധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നവദുർഗമാരിൽ 8ാമത്തെ ദുർഗയായിട്ടുള്ള മഹാഗൗരിയെയാണ് അഷ്ടമി ദിവസം ആരാധിക്കേണ്ടത്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഗിരി അഥവാ പർവ്വതത്തിന്റെ പുത്രിയാണ് ദേവി. ദേവിക്ക് തൂവെള്ള നിറമാണ്, തൂവെള്ള ശോഭയോട് കൂടിയിട്ടുള്ള മുഖവും രൂപമാണ്. അതേപോലെ തന്നെ ആടയാഭരണങ്ങൾക്കും തൂവെള്ള നിറമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ശ്വേതാംബര എന്നുള്ള പേര് കൂടെ ദേവിക്കുണ്ട്. ദേവിയുടെ വാഹനവും നല്ല വെളുത്ത നിറത്തിലുള്ള കാളയാണ്. ചതുർഭുജയാണ്, 4 തൃക്കൈകളിലായിട്ട് അഭയമുദ്രയും വരമുദ്രയും പിന്നെ തൃശൂലവും ഢമരവും പിടിച്ചിട്ടാണ് ദേവി ഇരിക്കുന്നത്. ആ രൂപം ഒന്ന് എല്ലാവരും സങ്കല്പിച്ച് നോക്കൂ. അതാണ് മഹാഗൗരി ഭാവത്തിലുള്ള ആദിപരാശക്തിയുടെ രൂപം. ഇനി ദേവിയെ ആരാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ദോഷങ്ങളും എല്ലാ പാപങ്ങളും മാറിയിട്ട് ജീവിതം ഐശ്വര്യപൂർണ്ണമാകുന്ന പറയുന്നത്. അതേപോലെ തന്നെ രാഹുവിൻ്റെ ദേവതയാണ് ദേവി. അതുകൊണ്ട് തന്നെ രാഹുവിൻ്റെ ദോഷമുള്ളവരെ ദേവിയെ മഹാഗൗരി ഭാവത്തിൽ ആരാധിച്ചു കഴിഞ്ഞാൽ ആ ദോഷമെല്ലാം മാറിക്കിട്ടും എന്നുള്ള ഒരു വിശ്വാസം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നവരാത്രിയുടെ 8ാമത്തെ ദിവസമായിട്ടുള്ള നാളെ ആദിപരാശക്തിയുടെ മഹാഗൗരി ഭാവത്തെ നമുക്ക് എല്ലാവർക്കും ആരാധിക്കാം.